ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. വെളിപ്പാട് 4 അധ്യായം മുതൽ നാം സഭയെ ഭൂമിയിൽ കാണുന്നില്ല. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 4, 5 അധ്യായങ്ങളിൽ ദൈവസന്നിധിയിലിരിക്കുന്ന പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട സഭകളെ പ്രതിനിധീകരിക്കുന്ന സിംഹാസനങ്ങളിൽ പൊൻകിരീടം വെച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും ദൈവസൃഷ്ടികളെ പ്രതിനിധീകരിച്ചുള്ള ദൈവാരാധനയിൽ മുഴുങ്ങിയിരിക്കുന്ന 4 ജീവികളെയും നാം കാണുന്നു. 5 അധ്യായത്തിൽ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിൻ്റെ കയ്യിൽ ഭൂമിയുടെ ന്യായവിധിയായ 7 മുദ്രയുള്ള ഒരു പുസ്തക ചുരുൾ നാം കാണുന്നു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അറക്കപ്പെട്ടതുപോലെ ഉള്ള ഒരു കുഞ്ഞാട് വീണ്ടെടുപ്പുകാരനായ യഹൂദയിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയെ ന്യായം വിധിപ്പാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമുള്ള ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രം ആയതുമൂലം കുഞ്ഞാട് ആ പുസ്തക ചുരുൾ സിംഹാസനത്തിലിരിക്കുന്ന ദൈവപിതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷവും ആരാധനയും നടന്നുവെന്ന് 5 അധ്യായത്തിൽ നാം പഠിച്ചല്ലോ. നമുക്ക് 6 അധ്യായത്തിലേക്ക് കടക്കാം. ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് 6 അധ്യായം മുതൽ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് 6 അധ്യായം 1, 2 വാക്യങ്ങൾ വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനുമായി പുറപ്പെട്ടു. കുഞ്ഞാട് 1 മുദ്ര പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ ഒരാൾ വിശുദ്ധ യോഹന്നാനോട് കം ആൻഡ് സീ, ഇവിടെ വരിക എന്ന ഇടിമുഴക്കം പോലുള്ള ശബ്ദത്തിൽ പറയുന്നു. ഇനിയുമുള്ള 6 മുദ്രകൾ പൊട്ടിക്കുമ്പോഴും ഇതേ കമാൻഡ് നമുക്ക് വായിക്കാം. ഓരോ പ്രാവശ്യവും ഓരോ തരത്തിലുള്ള ദുരന്തം ഭൂമിയിലേക്ക് വരുന്നു. ഈ മുദ്രകൾ പൊട്ടിക്കുന്നത് അതിൻ്റെ ക്രമത്തിലാണ്, ഒരുമിച്ച് ഒരേ സമയത്ത് അല്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17 അധ്യായം 31 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ഭൂമിക്ക് ന്യായം വിധിക്കുന്നത് യേശുക്രിസ്തുവാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി വിശുദ്ധ യോഹന്നാൻ കാണുന്നത് ഒരു വെള്ള കുതിരമേൽ കിരീടം ധരിച്ച് ഒരു വില്ലും പിടിച്ച് ഒരു മനുഷ്യൻ യുദ്ധത്തിനായി തയ്യാറായി വരുന്നതാണ്. ഈ വെള്ള കുതിരക്കാരൻ ആരാണ് എന്ന് പറയുന്നില്ല. ഇത് യേശുക്രിസ്തു ആണോ എന്ന് സംശയിച്ചേക്കാം. എന്നാൽ ക്രിസ്തു മഹാ ഉപദ്രവകാലം, അതായത് ട്രിബുലേഷൻ പീരീഡ് കഴിഞ്ഞ ശേഷമേ തൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് സമാധാനവും സുരക്ഷിതത്വമുള്ള ഭൂമിയിലേക്ക് ആണ് വരുന്നത് എന്ന് നാം വ്യക്തമായി വെളിപ്പാട് 19 അധ്യായം 11 വാക്യത്തിൽ വായിക്കാം. അത് ഞാൻ വായിക്കുന്നു: അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഈ ആൾമാറാട്ടം ചെയ്ത് വേഷം കെട്ടി വെള്ളക്കുതിരമേൽ വരുന്ന മനുഷ്യൻ എതിർ ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ കർത്താവിന് വില്ലിൻ്റെ ആവശ്യമില്ല എന്ന് നാം ഹീബ്രൂസ് 4:12 വായിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വായിൽ ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വചനം എന്ന വാളാണ് ഉള്ളത്. അങ്ങ് അതുമൂലമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനമില്ലാത്ത ഒരു സമയത്ത് ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിച്ച് സമാധാനം കൊണ്ടുവരാൻ എന്ന രീതിയിൽ ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, ഒരു വെള്ളക്കുതിരമേൽ വരുന്നു. ഈ കുതിരക്കാരൻ നല്ല വേഷം കെട്ടുന്നത് മാത്രമല്ല, അവന് നല്ല അധികാരവും അംഗീകാരവും ഉള്ളവനാണ് എന്നതിന് സംശയമില്ല. അവൻ്റെ വെള്ള നിറത്തിലുള്ള കുതിര ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുന്നുവെന്ന തെറ്റിദ്ധാരണ സൂചിപ്പിക്കുന്നു. അവൻ ധരിച്ചിരിക്കുന്ന കിരീടം വിജയത്തെയും
രാജകീയ അധികാരത്തെയും സൂചിപ്പിക്കുന്നു. അവനുള്ള അധികാരം ദൈവം അനുവദിക്കുന്ന അധികാരമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അത് താൽക്കാലികം മാത്രമാണ്. അവൻ്റെ അമ്പുകളില്ലാത്ത വില്ല് വളരെ ശ്രദ്ധിക്കുക. അവൻ്റെ സൈനിക ശക്തിയോ നയതന്ത്ര വിജയമോ ആകാം. അത് വഞ്ചനയെയും രക്തരഹിതമായ ഏറ്റെടുപ്പിനെയും സൂചിപ്പിക്കുന്നു. ഈ അമ്പുകൾ ഭൗതിക അമ്പുകളേക്കാൾ ആത്മീയത തെറ്റിദ്ധരിപ്പിക്കുന്നതും ആകാം. ഈ കുതിരക്കാരൻ ജയിക്കുന്നവനായും ജയിപ്പാനുമായി വരുന്നു എന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങ് തൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും മൂലം ഈ ലോകത്തെ വീണ്ടെടുത്ത് വിജയാളിയായി. പ്രൈസ് ദ ലോർഡ്. ഈ വെള്ളക്കുതിരക്കാരൻ എതിർ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്നതിൻ്റെ വേറൊരു പ്രൂഫാണ് ഇത്. ഈ കുതിരക്കാരൻ്റെ കീഴടക്കലും യോജിപ്പും നിരന്തരമായ വികാസവും വ്യാപകമായ ആധിപത്യത്തെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു. ലോകത്തെ മുഴുവൻ തൻ്റെ കീഴിൽ ആക്കുവാൻ വരുന്ന ഒരു സ്വേച്ഛാധിപതി, ഒരു ഡിക്റ്റേറ്റർ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ലോകമിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വെളുത്ത കുതിരക്കാരൻ. ഇന്നത്തെ നമ്മുടെ ലോകത്തെ സ്ഥിതിഗതികൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിൽ സമാധാനമില്ല. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, രാഷ്ട്രങ്ങളിലെ ക്രമസമാധാന നില, ഇതെല്ലാം മുതലെടുത്ത് വഴിയൊരുക്കുവാൻ ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്ത് ക്രിസ്തുവിൻ്റെ വേഷം കെട്ടി വരാനിരിക്കുന്ന ആൻറ്റിക്രൈസ്റ്റിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഇസ്രയേൽ ഗാസ യുദ്ധം നിർത്താനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ലീഡർഷിപ്പിൽ ഒരു 20-point ഡിപ്ലോമാറ്റിക് പ്ലാൻ നോൺ ആസ് ദ പീസ് ടു പ്രോസ്പെരിറ്റി 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്നതായി നാം വായിച്ചല്ലോ. എന്നാൽ വെള്ളക്കുതിരയിൽ വരുന്ന എതിർ ക്രിസ്തുവിൻ്റെ ലോകരാഷ്ട്രങ്ങൾക്ക് ഉള്ള വേൾഡ് പീസ് ഡിപ്ലോമാറ്റിക് പ്ലാൻ ഇതിനെയൊക്കെ വെല്ലുവിളിക്കുന്നതാണ്. അത് പ്രാരംഭത്തിൽ വിജയമായി വരും. എന്നാൽ എതിർ ക്രിസ്തു നടപ്പിലാക്കുന്ന സമാധാനം താൽക്കാലികവും വഞ്ചന നിറഞ്ഞതും ആയിരിക്കും. വെളിപ്പാട് 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഓഫൺ സീൻ ആസ് ദ ആൻറ്റിക്രൈസ്റ്റ് ഡിസെപ്റ്റീവ് പീസ് അറൈവൽ നാം കൂടുതൽ മനസ്സിലാക്കുന്നത് വെളിപ്പാട് 13, 17, 19 എന്നീ അധ്യായങ്ങൾ. വെളിപ്പാട് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന 4 കുതിരകളെ 4 horsemen ഓഫ് ദ അപ്പാക്കലപ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പാക്കലപ്സിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ മഹാദുരന്തം അഥവാ സമ്പൂർണ്ണ നാശം എന്നാണ്. ഇതിൽ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമ്മൾ ലോകരാഷ്ട്രങ്ങളെ എല്ലാം നിയന്ത്രിച്ച് സമാധാനം കൊണ്ടുവരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വെള്ളക്കുതിരക്കാരനെ കുറിച്ച് പഠിച്ചല്ലോ. ഇനി നമുക്ക് 3ഉം 4ഉം വാക്യങ്ങൾ വായിക്കാം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. കുഞ്ഞാട് 2ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വരിക എന്ന 2ാമത്തെ ജീവി കമാൻഡ് നൽകുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിൽ ഓരോ മുദ്ര പൊട്ടിക്കുമ്പോഴും ഭൂമിയിൽ നടക്കുന്നത് വിശുദ്ധ യോഹന്നാന് കാണാമെന്നുള്ളതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവനെ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഭൂമിയിൽ സംഭവിക്കുന്നത് എല്ലാം അതുപോലെ തന്നെ ദൈവം തമ്പുരാന് അതേ സമയത്ത് തന്നെ കാണാം. 2ാം ജീവിയുടെ കമാൻഡ് കേൾക്കുമ്പോൾ ഭൂമിയിലെ സമാധാനം നഷ്ടപ്പെടാനുള്ള അനുവാദവുമായി ഒരു വാളും പിടിച്ച് ഇതാ ഒരു ചുവന്ന കുതിരക്കാരൻ കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നു. മഹാപീഡനകാലത്തിൻ്റെ ആരംഭത്തിൽ ലോകത്തിൽ സമാധാനമുള്ള സമയമാണ് എന്ന് കരുതാം. ലോകത്തിൽ മൊത്തത്തിൽ പല പീസ് ട്രീറ്റുകളും പ്രാബല്യത്തിൽ വന്നേക്കാം. എന്നാൽ 1 തെസ്സലോനിയൻസ് 5:3 നാം ഇങ്ങനെ വായിക്കുന്നു: അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമില്ല.
ഈ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. രക്തത്തിൻ്റെ നിറത്തിലുള്ള ഒരു ചുവന്ന കുതിരയും വാളും സംഹാരത്തെ കുറിക്കുന്നു. ഇവിടെ നാം യുദ്ധത്തിൻ്റെയും ജീവിതഹാനിയുടെയും അസുരക്ഷതയെയും അസമാധാനത്തിൻ്റെയും സമയം മുമ്പിൽ കാണുന്നു. നമുക്ക് വെളിപ്പാട് 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 3-ാം ജീവി വരിക എന്ന കമാൻഡ് നൽകിയപ്പോൾ ഒരു കറുത്ത കുതിര ഒരു തുലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാ രംഗത്ത് പ്രവേശിക്കുന്നു. കറുപ്പ് നിറം ഇവിടെ പട്ടിണിയും മരണവും പ്രതികരിക്കുന്നു. യുദ്ധസമയങ്ങളിൽ ഭക്ഷണക്ഷാമവും പട്ടിണിയും വ്യാപരിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാകുന്നുവല്ലോ. ഇസ്രായേൽ, ഗാസ, പാലസ്തീൻ യുദ്ധസമയങ്ങളിൽ നാം ഇത് കണ്ടുകൊണ്ട് ഇരിക്കുകയാണല്ലോ. ത്രാസ് ഇവിടെ കാണിക്കുന്നത് റേഷനിങ് ഓഫ് ദ ഫുഡ് ആയിരിക്കാം. ഒരിടങ്ങഴി ഓർ 1 ക്വാർട്സ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ നിലനിൽപ്പിന് വേണ്ട ആഹാരമായി കണക്കാക്കാം. ബാർലി ഗോതമ്പിനേക്കാൾ ഗുണം കുറഞ്ഞതായതുകൊണ്ട് അത് 3 ഇടങ്ങഴി ലഭ്യമാകുന്നു. ആഹാര സാധനങ്ങൾക്ക് ഇത്രയും ക്ഷാമമാകുമ്പോൾ വീടുകളിൽ വസ്ത്രവും മരുന്നും മറ്റ് അത്യാവശ്യമുള്ള കാര്യങ്ങളും കിട്ടുന്ന കാര്യം വളരെ കഷ്ടമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കും. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ മന്ന പിറക്കുമ്പോൾ ഒരാൾക്ക് ഒരിടങ്ങഴി വെച്ച് പറക്കുവാൻ ഉള്ള അനുവാദമാണ് ദൈവം കൊടുത്തത്. അതുപോലെ ഇവിടെ ഒരിടങ്ങഴി എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ദിവസത്തെ നിലനിൽപ്പിന് വേണ്ട ആഹാരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ഒരു മനുഷ്യൻ്റെ ദൈനംദിന വേതനം ഒരു ദിവസത്തെ ഭക്ഷണം വാങ്ങാൻ മാത്രം പര്യാപ്തമല്ല. ഇത് പണപ്പെരുപ്പ്, അതായത് ഇൻഫ്ലേഷൻ, ക്ഷാമം, യുദ്ധം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ സംഭവിക്കാവുന്നതാണ്. എന്നാൽ എണ്ണയും വീഞ്ഞും ലഭ്യമാണ് എങ്കിൽ ക്ഷാമത്തിൻ്റെ തീവ്രത പരിമിതമായേക്കാം. അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളായ എണ്ണയും വീഞ്ഞും അതിൻ്റെ വില താങ്ങാവുന്നവർക്ക് ലഭ്യമായിരിക്കാം. എന്തായാലും ഒരു സാമ്പത്തിക തകർച്ചയുടെ കാലമാണ് ഇത്. Here wine may be indicating luxury for the rulers of the world. That may be like Holocaust times. There were plenty of luxury items for the Germans while the Jews were starving. Also, oil may be indicating the petroleum essential for the wars. നമുക്ക് 6-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണം എന്ന പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. കുഞ്ഞാട് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 4-ാം ജീവി വരിക എന്ന് കമാൻഡ് ചെയ്തപ്പോൾ ഇതാ ഞൊടി നിമിഷം കൊണ്ട് 4-ാമത്തെ കുതിരക്കാരൻ ഒരു മഞ്ഞ കുതിരമേൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. കുഞ്ഞാടിൻ്റെ ശിക്ഷകൾ നടപ്പിലാക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന സാത്താൻ്റെ ദൂതന്മാരാണ് ഈ 4 കുതിരക്കാർ. Here in Revelation chapter 6 we see that Satan is delighted to see the damage and destruction inflicted by the 4 horsemen. 4 തരത്തിലുള്ള മനുഷ്യസംഹാരമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഒന്നാമത് യുദ്ധം, രണ്ടാമത് ക്ഷാമം, മൂന്നാമത് മഹാവ്യാധികൾ, നാലാമത് ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ. വന്യമൃഗങ്ങൾ കാടുകൾ വിട്ട് മനുഷ്യരെ ആക്രമിക്കുന്നത് കേരളത്തിൽ ഇന്ന് സാധാരണയായി നടക്കുന്ന ഒരു സംഭവമായി നമുക്ക് പത്രങ്ങളിൽ വായിക്കാമല്ലോ. ലോകത്തിൻ്റെ ആരംഭം മുതൽ ദൈവമക്കൾക്ക് നാശം വരുത്തുവാനുള്ള സാത്താൻ്റെ പദ്ധതികൾ നമുക്ക് അറിയാമല്ലോ. ഇത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. നോഹയുടെ കാലത്തെ മനുഷ്യരെ സാത്താൻ വഞ്ചിച്ചത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ഇസ്രായേൽ മക്കളെ മൂല്യനാശം വരുത്തുവാനുള്ള ഫറവോൻ്റെ പ്രവൃത്തികൾ
നമുക്ക് പുറപ്പാട് 1 അധ്യായം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. എസ്തർ രാജ്ഞിയുടെ സമയത്ത് സാത്താൻ യഹൂദന്മാരെ മൂല്യനാശം വരുത്തുവാൻ ഹാമാനെ ഉപയോഗിച്ചു. ക്രിസ്തുവിന്റെ ജനന സമയത്തും യഹൂദ വംശത്തിലുള്ള കുഞ്ഞുങ്ങളെ വധിക്കുവാൻ സാത്താൻ ഹെരോദാവ് രാജാവ് മുഖേന പ്രവർത്തിച്ചു. ലോകരക്ഷിതനായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ പല തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു. എന്നാൽ യേശു കർത്താവ് സ്വന്തം പിതാവിന്റെ ഹിതത്തിന് കീഴടങ്ങി മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കുരിശിൽ മരണം സ്വീകരിച്ചു. സാത്താന് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ 4 കുതിരക്കാരുടെ പ്രത്യക്ഷതയിൽ നമ്മൾ പഠിച്ചത്. ദ പെയിൽ ഹോഴ്സ് എന്നറിയപ്പെടുന്ന ഈ മഞ്ഞ കുതിരക്കാരൻ്റെ പേര് മരണം എന്നാണ്. അയാൾ മരണവും പാതാളവും ഭൂമിയിൽ കൊണ്ടുവരുന്നു. ഈ കുതിരക്കാരൻ ലോകത്തെ പരിഭ്രമപ്പെടുത്തിക്കൊണ്ട് കൊലപ്പെടുത്തുന്നത് ഭൂമിയിലെ 4/1 ജനസംഖ്യയാണ് എന്ന് 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഇപ്പോൾ ലോകത്തിലെ ജനസംഖ്യ 2 ബില്യൺ ആണെങ്കിൽ അതിൽ 4/1 ആളുകൾ ഈ ട്രിബുലേഷൻ ടൈമിൽ യുദ്ധങ്ങൾ, സിവിൽ വാഴ്സ്, മഹാമാരികൾ, പട്ടിണി ഇതെല്ലാം മൂലം മരിക്കുന്നു. ദുഷ്ടന്മാരുടെ അന്ത്യം വളരെ ഭയാനകമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ക്രോധങ്ങളിൽ കൂടി കടന്നു പോകേണ്ട ആവശ്യമില്ല. അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം തമ്പുരാൻ അവരെ എത്തിച്ചു കഴിയും. എത്ര വലിയ ഭാഗ്യാവസ്ഥയാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം 4 കുതിരക്കാരെ കാണുന്നു. 2-ാം വാക്യത്തിൽ നാം കാണുന്ന ജയിക്കുന്നവനും ജയിപ്പാനുമായി സമാധാനപ്രിയനായി വരുന്ന വെളുത്ത കുതിരക്കാരൻ എതിർ ക്രിസ്തുവിൻ്റെ പ്രവേശനമാണ് എന്ന് നാം പഠിച്ചല്ലോ. മശിഹായെക്കുറിച്ചുള്ള ജൂതന്മാരുടെ പ്രതീക്ഷകൾ ദാവീദ് രാജാവിൻ്റെ ഒരു മനുഷ്യ പിൻഗാമിയെ കേന്ദ്രീകരിച്ച് ഉള്ളതാണ്. സമാധാനത്തിൻ്റെയും നീതിയുടെയും ഇസ്രയേലിൻ്റെ ഒരു ചേർച്ചയുടെയും AD 70 റോമാക്കാർ നശിപ്പിച്ച അവരുടെ ദേവാലയം പുതുക്കി പണിയുന്നവനുമായിട്ടാണ് യഹൂദന്മാരുടെ പ്രതീക്ഷകൾ. 6-ാം അധ്യായത്തിൽ രംഗപ്രവേശനം ചെയ്ത ഈ വെള്ളക്കുതിരക്കാരൻ എതിർ ക്രിസ്തു ജൂതന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുമായി കൂട്ടുകെട്ടി അവരുടെ ദേവാലയം പുനർനിർമ്മിച്ചു കൊടുക്കുകയും പിന്നീട് അവരെ ചതിയിൽ കുടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നാം ഇനിയും 11-ാമത്തെയും 13-ാമത്തെയും ചാപ്റ്റേഴ്സിൽ കൂടുതൽ പഠിക്കുവാൻ പോകുകയാണ്. 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്ന ചുവന്ന കുതിരക്കാരൻ യുദ്ധത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് നാം പഠിച്ചല്ലോ. അതുപോലെ 5-ാമത്തെ വാക്യത്തിൽ നാം കണ്ട കറുത്ത കുതിരക്കാരൻ ക്ഷാമവും ദാരിദ്ര്യവും കാണിക്കുന്നു. 8-ാം വാക്യത്തിലെ മഞ്ഞക്കുതിര മരണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നാം പഠിച്ചു. 4 ഹോഴ്സ്മെൻ ഓഫ് ദ അപ്പോക്കലിപ്സ് എന്നറിയപ്പെടുന്ന ഈ കുതിരക്കാരിൽ നിന്നും നാം എന്താണ് പഠിക്കുന്നത്? ഈ വെള്ളക്കുതിര വ്യാജ സമാധാനത്തിൻ്റെയും വഞ്ചനയുടെയും ആത്മീയ മറുതലിപ്പിൻ്റെയും എതിരായുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു. എഫേസ്യർ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. സാത്താൻ്റെ പോരാട്ടങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് കർത്താവിൻ്റെ കൃപ വേണം. സ്തോത്രം. 2-ാമതായി ഈ ചുമന്ന കുതിര സംഘർഷത്തിൻ്റെയും കലഹത്തിൻ്റെയും വിഭജനത്തിൻ്റെയും കൂട്ടുകെട്ടുകളിൽ നിന്നും നാം വിമോചനം പ്രാപിക്കേണ്ട സത്യം നമ്മെ മനസ്സിലാക്കുന്നു. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഇവിടെ നമുക്ക് കുടുംബമായിട്ടും സഭയായിട്ടും സമൂഹമായിട്ടും വേണ്ട യൂണിറ്റി എടുത്തു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കറുത്ത കുതിര നമ്മെ കാണിക്കുന്നത് ആത്മീക ശൂന്യതയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ നടക്കുവാനുള്ള കൃപ കർത്താവാണ് നമുക്ക് തരുന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം.
നാലാമതായി നാം കാണുന്ന മഞ്ഞക്കുതിര മരണത്തെയാണ് കാണിക്കുന്നത്. റോമൻസ് 8-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കർത്താവിന് ഹൃദയം കൊടുത്ത ഒരു ദൈവപൈതലിന് ട്രിബുലേഷൻ ടൈമിലെ ഭീകരതകൾ കടന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം അവർ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെയാണ്. ഓരോ ദിവസവും അതിശയകരമായി ദൈവം നമ്മെ നടത്തുന്ന കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങയുടെ ഹിതമനുസരിച്ചിട്ട് അങ്ങയെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ, ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.